അതേപോലെ തന്നെ കോടതി പറയുന്നുണ്ട് CBFCയുടെ സ്ക്രീനിങ് കമ്മിറ്റി ഓൾറെഡി ഈ ഫിലിം ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സർ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഹലോ ഹായ് SVT ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരേഷ് ഗോപി സർ അഭിനയിച്ചിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മൂവി ആക്ച്വലി റിലീസ് ചെയ്യേണ്ടത് നാളെയായിരുന്നു, അതായത് ജൂൺ 27. പക്ഷേ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അതിന് ഷോക്കൌട്ട് നോട്ടീസ് നൽകിയത് കൊണ്ട് തന്നെ നാളെ അത് റിലീസ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിലെ ടൈറ്റിലിൽ വരുന്ന ജാനകി എന്ന പേര് മാറ്റണം, അതുപോലെ തന്നെ ഡയലോഗ്സിലൊക്കെ വരുന്ന ജാനകി എന്ന പേര് മാറ്റണം എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, അതായത് ജാനകി എന്തിനാണ് മാറ്റുന്നത് എന്നുള്ളതും അതുപോലെ ഇതെങ്ങനെ ഭരണഘടനാ ലംഘനമാകുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് വാച്ച് ഇറ്റ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് ഇതിന്റെ ഷോക്കൌട്ട് നോട്ടീസ് വന്നതോടുകൂടി അതിന്റെ റിലീസ് ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി അപ്രോച്ച് ചെയ്തിട്ടാണുള്ളത്. കേരള ഹൈക്കോടതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കേരള ഹൈക്കോടതിയിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, സീത ഓർ ഗീത എന്നൊരു മൂവി ഉണ്ട്, അതിൽ സീത തന്നെയാണ് ജാനകി എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രശ്നവുമില്ല, നത്തിങ് ഹാപ്പൻസ്, നോ പ്രോബ്ലം, നോ കംപ്ലൈൻസ്, ഒന്നുമില്ല. അതുപോലെ രാം ലഖാൻ എന്ന് പറഞ്ഞ മൂവി, ആ മൂവീസിലും എവിടെയും കംപ്ലൈന്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഇതിൽ മാത്രം, അതായത് ജാനകി എന്ന പേരിൽ ഇവിടെ മാത്രം ഒരു കംപ്ലൈന്റ് വന്നത് എന്നാണ് കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലിനോടാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആണ് CBFCനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോടതി റിമാർക്ക് ചെയ്തിട്ടുള്ളത് CBFC ഷോക്കൌട്ട് നോട്ടീസ് നൽകിയതിനു ശേഷമാണ്. ഷോക്കൌട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് ജാനകി എന്ന പേര് ഡ്രോപ്പ് ചെയ്യണം, അതായത് ഫിലിമിന്റെ ടൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഡയലോഗ്സിൽ നിന്നും മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് CBFC. അതിനുശേഷം CBFC ആർഗ്യൂ ചെയ്തിട്ടുള്ളത് ജാനകി എന്ന പേര് ഗോഡസസ് സീതയുടെ പേരാണ്. അപ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട് ഗൈഡ് ലൈൻസ് 211 അണ്ടർ സെക്ഷൻ 5B2 ഓഫ് ദി സിനിമാറ്റോഗ്രാഫിക് ആക്ട് 1952. അതിൽ പറയുന്നത് വിച്ച് പ്രൊഹിബിറ്റ്സ് വിഷ്വൽ ആൻഡ് വേർഡ്സ് കണ്ടംപ്റ്റുous ഓഫ് ദി റേഷ്യൽ, റിലീജിയസ് ഓർ അതർ ഗ്രൂപ്പ്സ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് CBFCയുടെ ആർഗ്യുമെന്റ്. എന്നാൽ കോടതി ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ റാഷണൽ, ഈ ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള റാഷണൽ ആയിട്ടുള്ള റീസൺ എന്താണെന്നാണ് CBFCയോട് കോടതി ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോടതി പറയുന്നുണ്ട് CBFCയുടെ സ്ക്രീനിങ് കമ്മിറ്റി ഓൾറെഡി ഈ ഫിലിം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഈ നെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ചൂണ്ടിക്കാണിച്ച് ചെയർമാന് ഈ ഫിലിം റിവൈസിംഗ് കമ്മിറ്റിക്ക് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. പ്രൊഡക്ഷന്റെ കൗൺസിലിംഗ് പറഞ്ഞിട്ടുള്ള കാര്യം, ആർഗ്യൂ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫിക് ആക്ട് അല്ല, സിനിമാറ്റോഗ്രാഫിക് സർട്ടിഫിക്കേഷൻ റൂൾ 1983 പ്രകാരം റിവൈസിംഗ് കമ്മിറ്റിക്ക് ഷോക്കൌട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഇല്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പവറേ ഉള്ളൂ ടു സജസ്റ്റ്, അതായത് കട്ടിങ്സും ഗ്രാൻഡിങ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്യുകയും കട്ടിങ്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സജഷൻസ് കൊടുക്കാനുള്ള ഒരു റോള് മാത്രമേ ഈ റിവൈസിംഗ് കമ്മിറ്റിക്കുള്ളൂ. അല്ലാതെ ഷോക്കൌട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പ്രൊഡക്ഷൻ കൗൺസിലിംഗ്, അതായത് പ്രൊഡക്ഷന്റെ കൗൺസിലിംഗ് ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തത് ജൂൺ 12-നാണ്. ഇതിന്റെ സ്ക്രീനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ജൂൺ 18-നാണ്. എന്നിട്ടുള്ള പെട്ടെന്നുള്ള സഡൻ ഒബ്ജക്ഷൻസ്, അതായത് പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള സഡൻ ഒബ്ജക്ഷൻ വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഫൈനാൻഷ്യലി ലോസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മൂവി എടുക്കുന്നതിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ, അതായത് അത് റിലീസിംഗ് ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫൈനാൻഷ്യൽ ലോസ് വരും. അതുപോലെ തന്നെ അവർ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 19(1)(a) ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊരു കാര്യമാണ്, അത് ഹനിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യമാണ് 19(1)(g)യിലുള്ള കാര്യം, അതായത് റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ എന്നൊരു കാര്യം. ഈ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമല്ല, ഫണ്ടമെന്റൽ റൈറ്റും കൂടിയാണ്, നമ്മുടെ മൗലിക അവകാശം കൂടിയാണ്. ഈ രണ്ട് കാര്യത്തെ ഹനിക്കുന്നു എന്നാണ് പ്രൊഡക്ഷൻ ഹൗസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോടതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഷോക്കൌട്ട് നോട്ടീസ് കോടതിയുടെ മുമ്പ് ജൂൺ 30-ന് കോടതിയുടെ മുൻപായി സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിലിം മേക്കേഴ്സിന് 2 ചോയ്സ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ ഇത് റെസ്പോണ്ട് ടു ദി നോട്ടീസ് റെസ്പോണ്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഫയൽ ഇൻ അപ്പീൽ ഫയൽ ചെയ്യുക എന്നുള്ള 2 ചോയ്സ് ആണ് കോടതി ഫിലിം മേക്കേഴ്സിന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ വേറെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആളുകളാവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാവട്ടെ, മീഡിയാസിലാവട്ടെ, എല്ലാവരും ചോദിക്കുന്നു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സർ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്ന്. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആക്ടർ മാത്രമല്ല, ഇപ്പോൾ ഈസ് എ യൂണിയൻ മിനിസ്റ്റർ, സെൻട്രൽ മിനിസ്റ്ററും കൂടിയാണ്, കേന്ദ്രമന്ത്രിയും കൂടിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും. ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നതിന് മുൻപായി അദ്ദേഹത്തിന് ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടിയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മൂവി അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള മൂവിയാണ്, എന്നിട്ടും
ആ ഒരു വിഷയത്തിൽ മൗനം പാലിക്കാനുള്ള കാരണം അതായിരിക്കാം. നമ്മുടെ റിപ്പോർട്ടർ ടിവിയിലെ സുജയ്യ പേരിടാൻ ഭയക്കണോ എന്ന ഒരു കാര്യത്തിൽ എന്തോ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. പേരിടാൻ പേടിക്കണമെന്നാണ് ചോദ്യം. പേടിക്കണോ സുജയ? പേരിടാൻ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സിനിമയിൽ സംതിങ് ഫിഷി, ഈ സിനിമയുടെ ഈ റിലീസ് നാളെ നടക്കാത്തതിന് പിന്നിൽ എന്തൊക്കെയുണ്ട് എന്നതാണ് ഞാൻ ന്യായമായും സംശയിക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ, BJP-കാരനായ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് പോലും ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല എന്നൊരു പറഞ്ഞു പരത്തൽ നല്ല രീതിയിൽ ഈ സിനിമയുടെ അത് പറഞ്ഞ പരത്തലല്ലോ, അത് നടക്കുന്ന കാര്യമല്ലേ. കാരണം ഈ മൂവി ഇപ്പോൾ ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ മുമ്പിലാണുള്ളത്. ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കാത്തതുകൊണ്ട് കേന്ദ്രമന്ത്രി തന്നെയാണ്, സുരേഷ് ഗോപി സാർ തന്നെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളതും. പിന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ല എന്നൊരു കാര്യമല്ല. ഇതിൽ ചോദ്യം ചെയ്യേണ്ടത് ഭരണഘടനാ ലംഘനമാണ്. കാരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 19 ഹനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പേരിടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എവിടെയാണ് നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊരു കാര്യം വരുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.